QTയിൽ പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അഡീഷൻ റൂള്, മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ പ്രോബബിലിറ്റിയിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് നമ്മളിന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: ദ പ്രോബബിലിറ്റി ദാറ്റ് A solves a problem in statistics is 2/5 and the probability that B solve it is 3/8. If they try independently, find the probability that both solve the problem and the second is none solve the problem. ഇപ്പോൾ എന്താ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? ഇപ്പോൾ രണ്ട് പേരുണ്ടല്ലേ, എയും ബിയും. എ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള, സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 2/5 ആണ്. അതുപോലെ ബി ആകട്ടെ 3/8 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താണ്? അതേപോലെ രണ്ടുപേരും പ്രോബ്ലം ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്താണ് എന്നുള്ളതാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബോത്ത് സോൾവ് ദി പ്രോബ്ലം എന്നുള്ളതിനും നൺ സോൾവ് ദി പ്രോബ്ലം എന്ന് പറയുന്നതിനും എന്താണ് നൊട്ടേഷൻസ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് എടുത്തെഴുതാണ്. അതിൽ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത്? 2/5. ദെൻ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 3/8. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു പ്രോബ്ലം ചെയ്യാനുള്ള എയുടെ പ്രോബബിലിറ്റിയാണ് 2/5 എന്ന് പറയുന്നത്. ബിയുടെ പ്രോബബിലിറ്റിയാണ് 3/8 എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? പ്രോബ്ലം ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 മൈനസ് അല്ലേ, പ്രോബ്ലം ചെയ്യാതിരിക്കുക, അതായത് പ്രോബ്ലം ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി ഓഫ് എ, അതായത് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നു. അത് എത്രയാണ് വരിക? 1 മൈനസ് 2/5. ഓക്കെ, 1 മൈനസ് 2/5 എന്ന് വരും. അതാകുമ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? 3/5 എന്ന് പറയും അല്ലേ. ഓക്കെ, ദെൻ പ്രോബിലിറ്റി ഓഫ് ബി അതെത്രയാണ്? 3/8 ആണ്. അതായത് ഒരു പ്രോബ്ലം ബി ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 3/8 ആണ്. അപ്പോൾ ചെയ്യാതിരിക്കുന്നതിനുള്ള പ്രോബിലിറ്റി എത്രയാണ്? പ്രോബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 3/8. ഓക്കെ, അപ്പോൾ എത്ര വരും ബാക്കി? 1 മൈനസ് 3/8 എന്ന് പറയുമ്പോൾ യെസ് എത്ര വരും? 5/8 എന്ന് വരും. അപ്പോൾ നൺ സോൾവ് ദി പ്രോബ്ലം എന്നതിന് നമുക്ക് ഉപയോഗിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടെത്തുന്നത് കേട്ടോ. അതായത് ഒറ്റയാൾക്കും പ്രോബ്ലം ചെയ്യാൻ കഴിയില്ല എന്ന് പറയണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ എഴുതി വെക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് മനസ്സിലായില്ല. അതായത് 1 മൈനസ് 2/5 ഈസ് ഈക്വൽ ടു 3/5. അപ്പോൾ 1 പറഞ്ഞാൽ എന്താണ്? യെസ്, നമുക്ക് 5/5 ആയിട്ട് കണക്കാക്കാം. 2/5 മൈനസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് 3/5 എന്നുള്ളത് കിട്ടും. അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 8/8 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ 8/8 നിന്നും 3/8 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 5/8 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബോത്ത് സോൾവ് ദി പ്രോബ്ലം എന്നുള്ളതാണ്. ബോത്ത് സോൾവ് ദി പ്രോബ്ലം, അതായത് രണ്ടുപേരും പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള പ്രോബിലിറ്റി എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ രണ്ടുപേരും പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള പ്രോബിലിറ്റി അല്ലെങ്കിൽ ബോത്ത് സോൾവ് ദി പ്രോബ്ലം എന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? P ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. P ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇത് ഓർത്ത് വെക്കണം കേട്ടോ. ഇതറിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. P ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? P ഓഫ് എ ഇൻറ്റു P ഓഫ് ബി. P ഓഫ് എയും P ഓഫ് ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ P ഓഫ് എ എന്ന് പറയുന്നത് 2/5ഉം P ഓഫ് ബി എന്ന് പറയുന്നത് 3/8 ആണ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. 2 × 3 6, 5 × 8 40. അപ്പോൾ 6/40 കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ എടുത്ത് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഡിവൈഡ് ചെയ്യാം അല്ലെ, ചെറുതാക്കാം. അപ്പോൾ എത്രയാണ് കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്? 2 ആണ്. 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എത്രയാണ്? 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്നും 40നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 3/20. അപ്പോൾ രണ്ടുപേരും കൂടെ ഉള്ള പ്രോബ്ലം ചെയ്യുന്നതിനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 3/20 ആണ്. ഓക്കെ, ഇനി വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നൺ സോൾവ്സ് ദി പ്രോബ്ലം. ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല. രണ്ടുപേരും പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ.
എക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 3/5. ബി പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 5/8 ആണ്. അപ്പോൾ രണ്ടുപേരും കൂടി പ്രോബ്ലം ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെയും ബോത്ത് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ബോത്ത് വരുമ്പോൾ നമുക്ക് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ളതിന് പകരം എന്തെടുക്കണം? എ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ചോദിച്ചിട്ടുള്ളത് പി ഓഫ് നൺ സോൾവ്സ് ദി പ്രോബ്ലം. നൺ സോൾവ്സ് ദി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എ ഡസ് നോട്ട് സോൾവ് ആൻഡ് ബി ഡസ് നോട്ട് സോൾവ്. പി ഓഫ് എ ഡസ് നോട്ട് solve and B does not solve. ഓക്കെ, ഇതിൻ്റെ പ്രോബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ, നേരത്തെ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് അത് ചെയ്ത് നോക്കിയാൽ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, കോംപ്ലിമെൻ്റ് അല്ലെങ്കിൽ ഡാഷ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 3/5ഉം 5/8. അതായത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3/5 ഇൻറ്റു 5/8 is equal to 3 into 5 15, 5 into 8 40. ഓക്കെ, അതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റുമല്ലോ, ചെറുതാക്കി നോക്കാം. അപ്പോൾ എത്ര ആൻസർ വരുന്നത്? 5 കൂടി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 3 വരും, ദെൻ ഇവിടെ 8 വരും. ഇപ്പോൾ 3/8 എന്നുള്ളതാണ് ഇതിൻ്റെ പ്രോബിലിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്? അപ്പോൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അതായത് ബോത്ത് എന്ന് കണ്ടാൽ രണ്ടുപേരും എന്നുള്ള ഒരുമിച്ച് കണ്ടാൽ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി വെച്ചിട്ട് ചെയ്യാം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെയാണ് ആൻസറിലേക്ക് എത്താം. ഓക്കെ, ദാറ്റ്സ് ഓൾ.